അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ CS റാങ്കിൻ്റെ എന്നൊക്കെ പറഞ്ഞ സീസണൊക്കെ മാറിയ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് AW വെച്ച് അങ്ങ് മാസ് കത്തിക്കാൻ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളൊരു ഗെയിം പ്ലേ ഒക്കെ ആയിട്ട് എത്തിയത്. പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ദിവസമായിട്ട് കുറേ കമൻറ്റ് കാണാറുണ്ട്, ബ്രോ ഹേക്കറല്ലേ ഹേക്കറായ കാരണമല്ലേ അക്കൗണ്ട് ബാനായി നോക്കാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാനാണ് വെച്ചാൽ നമ്മൾ ഹാക്കൊന്നും ഇട്ടിട്ടല്ല കളിക്കേണ്ടത്. നമ്മളെന്ന് പറഞ്ഞാൽ മുന്നത്തെ സീസണിൽ BR നല്ല രീതിക്ക് AW നമ്മൾ ഇന്ത്യ കയറ്റണം എന്ന് വിചാരിച്ചിട്ട് പുഷാക്കുന്നുണ്ട്, അല്ലാണ്ട് നമ്മൾ റാങ്ക് കൂട്ടണം എന്ന് വിചാരിച്ചിട്ടില്ല പുഷാക്കിയിട്ടുണ്ടായിരുന്നു. AW എങ്ങനെയും കയറ്റണം എന്ന് പറഞ്ഞാൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണെന്ന് അറിയില്ല നമുക്ക് അക്കൗണ്ട് ബാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാനാവാൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാക്കൊന്നും ഇട്ടിട്ടല്ല കളിച്ചിരിക്കണം, നമ്മൾ അത്രയും ഫെയർ ആയിട്ട് തന്നെ കളിച്ചിരിക്കണം. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കണ്ടന്റ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ആ കണ്ടന്റ് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഹാക്കായിട്ടാണോ കളിക്കുന്നത് ഫെയർ ആയിട്ടാണോ കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നിങ്ങളെന്ന് പറഞ്ഞാൽ അത് CS BR ഒക്കെ കളിക്കുമ്പോൾ AW ഒക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ തലയ്ക്കൊക്കെ കൊള്ളുന്ന പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഹാക്കൊന്നുമില്ല. അതുപോലെ തന്നെ ഞാനും ഇടയ്ക്കൊക്കെ തലയ്ക്ക് കൊള്ളുന്നല്ലാണ്ട് എപ്പോഴും നമ്മൾ തലയ്ക്ക് തന്നെ വേണം വെച്ച് ഹാക്കൊന്നിട്ട് കളിക്കാറില്ല. അപ്പോൾ എന്തായാലും അധികം പറഞ്ഞങ്ങ് വെറുപ്പിക്കുന്നു വേണ്ട, കുറേ കമന്റ് കണ്ടുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു CS റാങ്ക് ഒക്കെ മാച്ച് കളിച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്കെന്ന് പറഞ്ഞാൽ സീസണൊക്കെ മാറിയതല്ലേ. സ്നൈപ്പറിൽ തന്നെ അങ്ങ് നമ്മളെന്തായാലും നമുക്ക് അക്കൗണ്ടൊന്നും ഇല്ല, നമ്മുടെ അക്കൗണ്ട് ബാനായി പോയായിരുന്നു. അപ്പോൾ നമ്മുടെ മീനുവിൻ്റെ അക്കൗണ്ട് നമുക്ക് സ്നൈപ്പർ പറ്റണത്ര കയറ്റെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് ടൈം ഒരു പ്ലെയറിനെ സ്പോട്ടാക്കിയപ്പോൾ 150 കൊടുത്ത് കൊന്നായിരുന്നു. പിന്നെ അടുത്തൊരു പ്ലെയറിനെ സ്പോട്ടാക്കിയപ്പോൾ ആ പ്ലെയറിനെ അടിച്ച് കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു പ്ലെയറിനെ സ്പോട്ട് ചെയ്തപ്പോൾ അത് 2-3 അടി അടിച്ച് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 300 കൊണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പ്ലെയറിനെ നോക്കിട്ട് കാണിച്ച് 3 പ്ലേസിന് നമ്മളങ്ങ് നോക്കിട്ട് ഫിനിഷൊക്കെ ആക്കി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ പ്ലെയറിനെ സ്പോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ആ പ്ലെയർ വന്നപ്പോൾ തന്നെ ആ പ്ലെയറിനെ അടിക്കാനൊക്കെ വിചാരിച്ച് കുറേ നേരം അടിക്കാനൊക്കെ നോക്കി. പിന്നെ ആ പ്ലെയറിനെ കൊണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ പ്ലെയർ എന്നെ സ്പോട്ട് ആക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. അത് കാരണം കറക്റ്റ് അതിൻ്റെ ബാക്ക് പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഒരു ഷോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചൊരു ഷോട്ട് കൊടുത്ത് പിന്നെ ഷോട്ട് കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ മാസമായിട്ട് നമ്മൾ റേസൊക്കെ എടുത്തിട്ടാണ് അങ്ങ് നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗെയിം പ്ലേ കണ്ടാലും മനസ്സിലാവും ഹേക്കാണോ ഫെയർ ആണോ എന്നൊക്കെ. പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് അടിക്കാത്ത മറ്റവരൊക്കെ സബ്സ്ക്രൈബ് അടിച്ച് വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.